തീർച്ചയായും. പക്ഷെ ആ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടാവില്ല. കാരണം ഇതിനകത്ത് തട്ടിപ്പിന്റെ ആവശ്യം വരുന്നില്ല. ഈ പാത വളരെ സ്ട്രെയിറ്റാണ്. ഇത് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വന്നാൽ പിന്നെ നിങ്ങളുടെ മാനേജ്മെന്റ് എല്ലാം പോയി. ഇത് വന്നാൽ പിന്നെ ജനാധിപത്യത്തിൽ ഭരണാധികാരികളില്ല. അത് വളരെ ഋജുവായൊരു പോക്കാണ്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ചേർന്നതല്ല. ഒരു ദിവസം കൊണ്ട് എല്ലാവരും അങ്ങനെ ആയിക്കൂടാ. ഇത് നിങ്ങളിനി വൈകുന്നേരം ചോദിക്കാവുന്ന ചോദ്യത്തിന് എല്ലാം ഉള്ള ഉത്തരവാണ്. കാരണം ഇതൊരു രാജവീഥിയാണ്. അവിടെ ഭയസംഭ്രമങ്ങളില്ല. യോഗരാജന്റെ ഈ രാജവീഥിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ അക്ഷോഭ്യനും ആനന്ദിക്കുന്നവനുമാണ്. അവിടെ കൂട്ടിനാള് വേണ്ട. മറ്റൊരാൾ ഉണ്ടെങ്കിൽ പോകാമെന്ന് വിചാരിക്കുന്നതുമല്ല. ഭയസംഭ്രമങ്ങളില്ല. എവിടെയും ഏതവസരത്തിലും കയറി ചെല്ലാൻ കഴിയുന്ന ഒന്നിലും ഭയചകിതനാകാത്ത ഒരുവന്റെ ലോകമാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞു, പിന്നെ അറിയാനൊന്നുമില്ല. ചിന്തയുടെ ഈ ലോകങ്ങളിലാണ് ഇതൊന്ന് മാറി മറിഞ്ഞാൽ ദുഃഖമുണ്ടാകുന്നു. ഇത് ആധുനികരും സ്പർശിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. എലിയട്ട് സ്പർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദ വേസ്റ്റ് ലാൻഡ് പഠിപ്പിക്കുന്നവന് വായിച്ച് പഠിപ്പിക്കാൻ കഴിവുണ്ടാവുമെന്നറിയില്ല. ലിറ്ററേച്ചറുകാരിൽ ഇരിപ്പുണ്ടാവും. കാരണം നിങ്ങളിൽ എല്ലാവരെയും ഒന്നും പരിചയപ്പെട്ടിട്ടില്ല. ചിലര് അവരുടെ യഥാർത്ഥ മുഖം പറഞ്ഞുകൊള്ളണമെന്നുമില്ല. എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാമല്ലോ എന്നുള്ള മട്ടിലിരിക്കുന്നവരുമൊക്കെ വില്ലന്മാർ കാണും ഇവിടെ. അതുകൊണ്ട് അവർ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ പറയും റിയലി സ്റ്റഡിയിങ് വേസ്റ്റ് ലാൻഡ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. അങ്ങനെ പറഞ്ഞാണ് പ്രോസസ് മിക്കവാറും തുടങ്ങുന്നത്. കാരണം ഒന്നും ഇതിനകത്തെ പദങ്ങൾ വായിച്ചാൽ മനസ്സിലാവില്ല. എലിയട്ട് പോയ ലോകങ്ങൾ മനസ്സിലാവില്ല. പ്രത്യേകിച്ചും വാട്ട് ദ തണ്ടർ സെഡ് മുതലായ കവിതയിൽ. അതിലാണ് എലിയട്ട് ഭാവാത്മകതയിലെത്തുന്നത്. ദ വേസ്റ്റ് ലാൻഡിലെ വാട്ട് ദ തണ്ടർ സെഡ് എന്ന കവിതയിലാണ് എലിയട്ട് ഓർമ്മിക്കുന്നത് ഗംഗയുടെ താഴെ നിന്ന് കേൾക്കുന്ന ആ ശബ്ദം ഏതാണ്, ഹിമവന്തയുടെ ഉച്ചിയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദവും ഏതാണ്. ഗാഞ്ചസ് എന്നുപയോഗിച്ച എലിയട്ട് ഹിമവന്ത എന്ന് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏത് ശബ്ദമാണ് ആ ഇടിയുടെ മുഴക്കമായി നാം കേട്ടത്? വാട്ട് ദ തണ്ടർ സെഡ് എന്നാണ് കവിതയുടെ പേരും. അതിൽ ദാ ഉപനിഷത്തിലെ വളരെ നല്ലൊരു ഭാഗമാണ് എലിയട്ട് കോട്ട് ചെയ്യുന്നത്. ദാ എന്ന് എഴുതാൻ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഡി എന്ന് എഴുതാൻ നിവർത്തിയുള്ളൂ. ദാ. ഇംഗ്ലീഷ് പ്രൊഫസർക്ക് ഇത് വായിച്ച് വ്യാഖ്യാനിക്കാൻ വിഷമമുണ്ടാവും. എലിയട്ടിനോട് പോയി ചോദിക്കാൻ ഇനി നിവർത്തിയുണ്ടാവില്ല. ബൃഹദാരണ്യകാദി ഉപനിഷത്തുകൾ വായിച്ചിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് വേസ്റ്റ് ഓഫ് ടൈമാണെന്ന് പറഞ്ഞത്. ഗംഗയുടെ അടിയിൽ നിന്ന് ഹിമവന്തയുടെ ഉച്ചിയിൽ നിന്ന് നാം കേട്ട ആ നാദം ഏതാണ്? ദത്ത, ദാമ്യത, ദയത്വം. ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കും. ഇംഗ്ലീഷിൽ ഈ പദങ്ങളില്ല, ഡിക്ഷണറിയിലെ പേരിട്ടുകയില്ല. പകരമുള്ള പദങ്ങളുമല്ല എഴുതി. മലയാളം തന്നെ
പഠിക്കണ്ട എന്ന് തീരുമാനിച്ച് ആംഗലേയ ഭാഷയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന മലയാളം പ്രൊഫസർക്ക് ഇത് മനസ്സിലാകാൻ പ്രയാസമുണ്ടാവും. ദാ ദത്ത ഒരുപക്ഷെ വായിക്കുമ്പോൾ പോലും ദാ ദത്ത എന്ന് വായിക്കാൻ പറ്റില്ല. ഡാറ്റ. കാരണം ഇംഗ്ലീഷ് പോലെ വായിക്കണമല്ലോ. മലയാളം ഇംഗ്ലീഷിൽ വായിക്കുന്നവരാ നിങ്ങളെന്ന്. ശരിയല്ല. അടുത്ത കാലത്ത് ഏതോ ഒരു വൈദ്യൻ ഭാസ്കര ലവണം കുറിച്ച് കൊടുത്തുകൊണ്ട് ഒരു സ്ത്രീക്ക് മെനോപോസ് വരുമ്പോൾ മെന്റലായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൂടുമ്പോൾ അതിന്റെ സിൻഡ്രോം പോകാൻ എളുപ്പമുള്ളതാണെന്ന് അറിയാവുന്ന ഏതോ ഒരു പഴയ വൈദ്യൻ ഭാസ്കര ലവണവും ത്രിഫലാ ചൂർണവും 1/2 ടീസ്പൂൺ വെച്ച് കഴിക്കാൻ എഴുതി കൊടുത്തു. അപ്പോൾ ഇതവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കടയിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു ആയുർവേദ വിഷഗ്വരനാണ് കോട്ടയ്ക്കലിന്റെ ബ്രാഞ്ചിലിരിക്കുന്നത്. ഇത് നോക്കിയിട്ട് പറഞ്ഞ് ഇങ്ങനൊരു മരുന്നില്ല കോട്ടയ്ക്കലിനാണ്. അപ്പോൾ അവൻ തിരിച്ചുപോയി എഴുതിയ വൈദ്യനോട് ഞാൻ പറഞ്ഞു, ഉണ്ടാവും, കോട്ടയ്ക്കലിനുണ്ട്, പണ്ട് മുതലേ കോട്ടയ്ക്കൽ ഇറക്കുന്ന മരുന്നാണ്, അതുകൊണ്ട് ക്ലാസിക്കൽ റെമഡിയാണ്, അവിടെ ചെന്നാൽ കാറ്റലോഗ് നോക്കാൻ അയാളോട് പറ. അപ്പോൾ കാറ്റലോഗ് നോക്കിയിട്ട് വീണ്ടും അയാൾ പറഞ്ഞു ഇല്ല. അപ്പോൾ ഇവൻ തന്നെ കാറ്റലോഗ് മേടിച്ച് നോക്കിയിട്ട് കാണിച്ചു. അപ്പോൾ അയാൾ വായിച്ചത് ഭസ്കാര ലാവണം, ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഭസ്കാര ലാവണം, അതങ്ങനെയല്ലേ പറയേണ്ടത്? മനസ്സിലായില്ല. ഭാസ്കര ലവണമല്ല. ഇങ്ങനെ മലയാളി ആംഗലേയനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായത്. ഭാഷയെ ഇത്രയധികം വ്യഭിചരിച്ചൊരു കാലവും വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആ പദം പറയേണ്ടതെന്ന് തോന്നുന്നു. റേപ്പിംഗ് ഓൺ വേർഡ്സ്. അതിന്റെ മലയാളമാണ് ഞാൻ പറഞ്ഞത്. ആംഗലേയ ഭാഷയിൽ ഉപയോഗിക്കുന്നത് തന്നെ മലയാളീകരിച്ച് പറഞ്ഞു എന്ന് കൂട്ടിയാൽ മതി, തിരിച്ചു പറയുന്നതിന് പകരം. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് കാലം എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് എലിയറ്റിനെ നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മയുണ്ടാവില്ല. എലിയറ്റ് ദാ ദത്ത ദാമ്യത ദേയത്വം, പ്രജാപതിയും ദേവന്മാരും പ്രജാപതിയും അസുരന്മാരും പ്രജാപതിയും മനുഷ്യരും തമ്മിലുള്ള സംഭാഷണമാണ്. ദാ അസുരന്മാർ ഒന്നും ദാനം ചെയ്യില്ല, എല്ലാം എനിക്കെന്ന് വയ്ക്കുന്നവരാണ്. അവർക്ക് പ്രജാപതി ഉപദേശം കൊടുത്തു. ചെന്ന് ഉപദേശം ചോദിച്ചപ്പോൾ ദാന്നൊരക്ഷരമാ ചെവിയിലോതിയ മന്ത്രദീക്ഷ. മനസ്സിലായോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇതുവരെ ഞങ്ങൾ ദാനം ചെയ്തിട്ടില്ല. ആ അന്ധക്കരണത്തിന് കൃത്യമായി അറിയാം. ദാ എന്ന ശബ്ദത്തിന് അന്ധക്കരണം നൽകിയ വ്യാഖ്യാനം, ഇടാ നേരെയാകണമെങ്കിൽ ദാനം ചെയ്യുക. ഒരു തൃപ്തരായി മടങ്ങി മനുഷ്യരിയെന്നു. മനുഷ്യരോട് ഉപദേശിച്ചു ദാ. അവരോട് ചോദിച്ചു എന്താണ്? അപ്പോ അവര് പറഞ്ഞു ദാ ദയത്വം. അടുത്തത് ചെന്നു ദേവൻ ചെന്നു. ദമമില്ലാത്തവനാണ് ദേവൻ. മദ്യത്തിലുമൊക്കെ മുങ്ങി നടക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു ദാമ്യതയാണ്. അപ്പോ ഇത് മൂന്നും ഉപദേശിച്ച ആ ചിത്രത്തിൽ നിന്ന് ദാ ദത്ത ദാ ദാമ്യത ദാ ദേയത്വം, എങ്ങനെ അന്ധകരണം കണ്ടെത്തി? ഇതറിയുന്ന ആളുകൾ ആധുനികരിലുമുണ്ട്. ഈ ഒരു ഉദാഹരണമല്ല, മറ്റൊന്നുകൂടിയുണ്ട് എലിയറ്റിന്റെ. ഈ അന്ധകരണത്തിന്റെ സാക്ഷിയെ കൃത്യമായി എലിയട്ട് പറയുന്നൊരു വരി കവിതയുണ്ട്. കീപ് ദാറ്റ് ഡോഗ് ഫെൻസ് അവേ. കീപ് ദാറ്റ് ഡോഗ് ഫെൻസ് അവേ. ഇതേ വേസ്റ്റ്ലാൻഡിൽ തന്നെയാണ്. ആ നായയെ മാറ്റി നിർത്താൻ. സംഭവം എലിയട്ട് സ്വീകരിക്കുന്നത് ബർഗ്സന്റെ നാടകത്തിൽ നിന്നാണ്. ബർഗ്സന്റെ നാടകത്തിൽ ഒരു പെൺകുട്ടി അവളുടെ കമിതാവിനെ കൊല്ലുകയാണ്. കൂട്ടത്തിൽ അവളുടെ വളർത്തുനായ മാത്രമേ ഉള്ളൂ.
കമിതാവിനെ കൊന്ന് മുറ്റത്ത് കുഴിച്ചു മൂടി, മുകളിൽ പുല്ലുകളും പിടിപ്പിച്ചു. ആ പുല്ലൊക്കെ വളർന്നു, വേറെ ആരും കണ്ടിട്ടില്ല. ആകെ അതിന് സാക്ഷിയായത് അവളുടെ വളർത്തുനായ മാത്രമാണ്. ഒരിക്കൽ ആ നായ മുറ്റത്ത് നിന്ന് ആ ഭാഗം മാന്തി കുഴിച്ച് ആ ശവം പുറത്തെടുത്തു. റെഡ് ഹാൻഡായിട്ട് അവളെ പിടിക്കുന്നതാണ് ബ്രസ്റ്റന്റെ നാടകത്തിന്റെ ഇതിവൃത്തം. ഇലിയട്ട് ആ പട്ടിയെ ഉദ്ധരണികൾക്കുള്ളിലാക്കി. കീപ് ദാറ്റ് ഡോർ. മനുഷ്യ, നീ എന്തു ചെയ്യുമ്പോഴും നിന്റെ അന്ധക്കരണമെന്ന വാച്ച് ഡോഗിനെ, സാക്ഷിയെ മാറ്റി നിർത്തിയിട്ട് ചെയ്യൂ, ചെയ്യാതിരിക്കൂ എന്നർത്ഥം. കാരണം ഒരാൾക്കും ഒരിക്കലും അന്ധക്കരണത്തെ മാറ്റി നിർത്തിയിട്ട് കർമ്മം ചെയ്യാനാവില്ല. ഈ ഒരു സാധനം തന്നിട്ടുള്ളിടത്തോളം കുറ്റവും ശിക്ഷയും ഒന്നും കോടതികളല്ല തീരുമാനിക്കുന്നത്. 1000 കോടതികൾ വെറുതെ വിട്ടാലും വെടില്ലാത്തൊരു കോടതി അകത്ത് സജീവമാണെന്ന് മാനവൻ ഓർക്കണം എന്ന് സാരം. ഏത് ശിക്ഷയും ഏത് തലോടലും ഈ കോടതിയിൽ മാത്രമേ ഉള്ളൂ. ഈ കോടതിയെയും അതിന്റെ ചേംബറിലിരിക്കുന്നവനെയും അതിന്റെ അനുബന്ധ ഭാവങ്ങളെയും തിരിച്ചറിഞ്ഞ് മാത്രം വേണം മനുഷ്യൻ നീങ്ങാൻ. അപ്പോൾ മാത്രമേ അവൻ ആധ്യാത്മിക നഭത്തിൽ പ്രവേശനമുള്ളൂ. ഇത്രയും ബേസിക്കായിട്ടൊന്ന് അറിഞ്ഞിട്ട് ചിന്തയാ പഠിച്ചാൽ എളുപ്പമാണ്. സമസ്ത ദുഃഖങ്ങളും ഇതിനു മുമ്പ് പറഞ്ഞ പൂർവ കർമ്മങ്ങൾ അനുവർത്തിച്ചു വരുന്ന അദൃഷ്ടത്തിന്റെ ദൈവത്തിന്റെ തലങ്ങളിൽ നിന്ന് ചിന്തയാ ദുഃഖം ഇഹ ദുഃഖം ജായതേ. ചിന്ത കൊണ്ട് ഇവിടെ ഈ ഭൂമിയിൽ ദുഃഖമുണ്ടാകും. ചിന്ത കൊണ്ടല്ലാതെ ഒരു ദുഃഖവുമില്ല. എനിക്കെന്റെ സഹോദരനോട് വളരെ കൂടുതൽ ഇഷ്ടമാണ്. സഹോദരന്റെ കാര്യം ഓർത്താണ് എന്റെ ഭർത്താവിനെ തന്നെ ഞാൻ ഫോറിനിൽ അയച്ചത്. അയാൾക്ക് ഫോറിനിൽ ജോലിയുണ്ട്. എന്റെ സഹോദരന്റെ കാര്യം ഓർത്താണ്. അവനെ ഫോറിനിൽ അയക്കാനാണ് ഞാൻ സമ്മതിക്കില്ല. എന്നവനെ കണ്ടുകൊണ്ടിരിക്കണം. ഭർത്താവിനെ കണ്ടില്ലെന്ന് വെച്ചും വലിയ കുഴപ്പമൊന്നുമില്ല. ഭർത്താവ് മാസം തോറും അയച്ചു തരണം. കാരണം അവന്റെ വീട് പണി, അവന്റെ കുട്ടികൾ, അവന്റെ വളർച്ച, ഇതൊക്കെ. അപ്പോഴാണ് അയാളുടെ ജോലി പോയി എന്ന് പറഞ്ഞ അയാളിങ്ങ് വന്നിരിക്കുന്നത്. ഇതേതായാലും തന്റെ കുട്ടികൾക്ക് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയല്ല, തന്റെ ചിന്തയിൽ കയറിക്കൂടിയിരിക്കുന്ന അവന് വേണ്ടിയാണ്. അവന്റെ ചിന്തയിൽ ഞാനില്ല തന്നെ. വന്നു വല്ലതും മേടിച്ചുകൊണ്ട് പോകലല്ലാതെ ഇതൊന്നും ഇല്ല തന്നെ. ലോകത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും ചിന്തയിൽ മാത്രമേ ഉള്ളൂ. ശരിയല്ല. ചിന്ത കൊണ്ട് മാത്രമാകും. ഒരു ചിന്തയിൽ ഒരാൾ ദുഃഖിക്കുന്നത് വേറൊരാൾക്ക് ചിന്തയിൽ ദുഃഖമാകുന്നില്ല. ദുഃഖത്തിന്റെ ഏത് ഭാവങ്ങളും ചിന്ത കൊണ്ടാണ്. അതിനെ ചിന്തിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ദുഃഖമൊഴിയും.
ദുഃഖം വരുമ്പോൾ വേറെ പണിയെടുക്കും ചിലത്. മണ്ണാങ്കട്ട ഇത് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. ചില ആളുകളുണ്ട്, അത് ജന്മന ഒരു ഗുണം കിട്ടിയിട്ടുള്ളവരുണ്ട്, അത് പഠിച്ചിട്ടൊന്നുമല്ല. ഒരു വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴോർത്തെ അത്യാവശ്യം ഒരു കാര്യം ഞാൻ പോയിച്ചു അല്ല കാപ്പി കുടിച്ച് കാപ്പിയൊക്കെ വന്നിട്ട് കുടിക്കാം, കാരണം ഈ വെള്ളങ്ങ് തീർന്നോട്ടെ. നിങ്ങൾ ചിന്തിച്ച് വെള്ളമൊക്കെ ഉണ്ടാക്കുക, നമുക്ക് ചിന്തിക്കാൻ നേരം. അവർ വീട്ടിൽ നിന്ന് അപ്പോഴേ സഞ്ചി എടുത്തു, തോളത്തിട്ടു, നേരെ എടുത്തു. പുറകെ പോയാലറിയാം ഇവർ പോയി വേറെ ഏതെങ്കിലും പണിയിൽ ഏർപ്പെടുക. അല്ല, ഇരുന്ന് ചിന്തിക്കാമെന്ന് അവർക്ക് നേരമില്ല. ദുഃഖം ചിന്തിച്ച് ദുഃഖിയായിത്തീരാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ. ചിലർ വളരെ കൂടുതൽ ചിന്തിച്ച് ദുഃഖമുള്ള ഒരു സെറ്റപ്പിൽപ്പെട്ടാൽ അവരോട് അപ്പം തന്നെ പറയും, അവർ പണിയുണ്ട്, ഇഞ്ചിക്ക് ചവറ് വെച്ചിട്ടില്ല, അവൻ കയറി മരത്തെ കയറി കമ്പൊക്കെ വെട്ടി അതൊന്ന് കോത്. അല്ല, നമ്മുടെ മറ്റേ പ്രശ്നം മറിച്ചേ പ്രശ്നം അതൊക്കെ പിന്നെ തീരുമാനിക്കും. ബെറ്റർ ഇഷ്ടമല്ലാത്തവൻ പൊക്കോളും, ചിന്ത തനിക്കുമില്ല. അപ്പോഴേ ഞാനൊന്ന് പോയിച്ചോ, നീ പോയിച്ചോ, ഞാനിത് തീർത്തിട്ട് വരാം. അപ്പോഴും ചെല്ലൊഴിവായി. ചില അമ്മമാരുണ്ട് ഇങ്ങനെ, ഭർത്താവ് വലിയ പ്രശ്നമൊക്കെ ആയിട്ടോ, മനുഷ്യ നിങ്ങൾ ആ വിറവൊന്ന് കീറും കിടക്കും. ഗുണാരം പറയാൻ കണ്ട സമയം പണി മൂർധന്യത കിടന്ന് നിൽക്കുമ്പോഴാണ് ഞാനിത് കഴിഞ്ഞ് വരാം, നിങ്ങളും കൂടെ അത് കീറും, അത് കഴിഞ്ഞ് നമുക്കിത് സംസാരിക്കാം. വിറക് കീറി വേഗം സംസാരിക്കണം എന്നോർത്താ ഇവൻ പാവം വിറക് കീറുന്നത്. അപ്പം ഈ തലേന്ന് പോകുന്നതിന് മുമ്പ് ഇത് സംസാരിക്കണം. അപ്പോഴേക്കൊരു പശുവിൻ്റെ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു. മനുഷ്യ ചെയ്ത് ആ പശുവിനൊന്ന് എടുത്ത് കൊടുക്കും. ഞാൻ അടുത്ത പണി കിടക്കുക. ഒരു 15-20 എണ്ണം ആകുമ്പോഴേക്ക് ഇവൻ മറന്നുപോയി ദുഃഖത്തിൻ്റെ. ഇപ്പം നല്ല സാമർഥ്യമുള്ള പെണ്ണുങ്ങൾ പണ്ട് മര്യാദയ്ക്കാക്കിയിരുന്നത് ഇങ്ങനെയാ, ഭർത്താവിനെയും പിള്ളേരെയും ഒക്കെ. ഇന്ന് വീട്ടിൽ പെണ്ണുങ്ങളില്ല, അതുകൊണ്ടാണ് ഈ ചിന്ത കൂടുന്നത്. അല്ലേ? ശരിയല്ലേ? ഇന്ന് വീടുകളിലൊന്നും പെണ്ണുങ്ങളില്ല. പണ്ട് അവരുണ്ടായിരുന്നു, അവർക്കിതറിയാം, ഇതിൻ്റെ ഈ ഗതീയത മുഴുവൻ അറിയാം. കുറച്ച് അയൽവക്കത്തുനിന്ന് ദുഃഖമായിട്ട് പിള്ളേര് ചിലപ്പം വരും, വന്നാൽ അവനെയും ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം ചിന്തയിലാണ് ദുഃഖം കിടക്കുന്നതെന്നും ചിന്തയില്ലാതായാൽ ദുഃഖം മാറുമെന്നും തിരിച്ചറിയുന്നവർ കുറവാണ്. ചിന്ത മാത്രമാണ് ദുഃഖം. ഇത് കഴിഞ്ഞൊരു ഇടവേള കിട്ടിയാൽ ഈ ദുഃഖത്തിന്റെ കഥയൊക്കെ ചിന്തയിൽ രൂപപ്പെടുത്തുകയാണ് പോയിരുന്നത്. ഓരോരുത്തരോട് പറയുമ്പോഴും ഇത് ഉറയ്ക്കും ദുഃഖം. ഒരു പ്രാവശ്യം പറയുമ്പോൾ ദുഃഖം വളരെ ചെറുതേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം പറയുമ്പോൾ ആ ദുഃഖത്തെ ഒന്ന് കൂട്ടാൻ 2-3 നമ്പരും കൂടെ ഭാവനയെന്ന് കൂടുതൽ പറയും. മനസ്സിലായി? അപ്പൊ ഇങ്ങനൊരു ദുഃഖം വന്നതിന്റെ കഥ കമലാക്ഷി അവളുടെ ഭാവനയെന്ന് പറയും. മീനാക്ഷി കമലാക്ഷിയോട് പറഞ്ഞു തന്റെ ദുഃഖത്തിന്റെ കഥയല്ല. അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ദുഃഖത്തിനിടയിൽ കമലാക്ഷിക്ക് പറ്റിയ ഒരു ദുഃഖകഥയും കൂടെ വരുമ്പോൾ അടുത്തത് മീനാക്ഷി വേറൊരാളോട് പറയുമ്പോൾ കമലാക്ഷിയുടെ ദുഃഖവും ഇവളുടെ ദുഃഖവും കൂടെ ചേർത്ത് വെച്ച് തന്റെ ദുഃഖം കൂട്ടി പറയും. മനസ്സിലായില്ല? ഈ ക്യാമ്പിനൊക്കെ വന്നേച്ച് തിരിച്ചു പോകുമ്പോൾ ഈ ദുഃഖം ഇങ്ങനെ കൂടും. കാരണം അവിടെ പരിചയപ്പെട്ടവരുടെ എല്ലാം ദുഃഖം ഒന്നിച്ച് കയറും. അവസാനം വീട്ടിൽ ചെല്ലുമ്പോൾ പിള്ളേര് പറയുകയും ചെയ്യും, അങ്ങോട്ട് പോയതിലും മോശമായിട്ടാ തിരിച്ചു വന്നിരുന്നത്, അമ്മ പോകാതിരുന്നിരുന്നു. ഞാൻ ആ സ്വാമിയെ ഒന്ന് കാണട്ടെ, 2 അയാൾക്കിട്ട് പിടിച്ചു കൊടുക്കേണ്ടതാണ്. ഇവിടുന്ന് പോയതിലും മോശമായിട്ട് വന്നു. ചില പിള്ളേർ കുറെ കൂടെ മിടുക്കരാണ്. അമ്മ രാവിലെ പോകാൻ നേരത്ത് പറയും, അമ്മയെ പോകുമ്പോൾ ഈ ചൊരക്കായും കൂടെ ഒന്ന് കൊണ്ടുപോകും. അവിടെ വെച്ച് കഴിഞ്ഞാൽ സ്വാമിയുടെ പ്രഭാഷണം കഴിയുമ്പോൾ ഇതിന്റെ കയ്പ് പോകുമെന്നൊന്നറിയാമല്ലോ. മനസ്സിലായില്ലേ? പണ്ട് ശാസ്ത്രം പറഞ്ഞ പോലെ അമ്പൂരിക്കൊരബദ്ധം പറ്റി. അബദ്ധം പറ്റിക്കഴിഞ്ഞു, ഒരു ചെയ്യരുതാത്തൊരു പണി കാണിച്ചു കൂട്ടി.
നമ്പൂരി ചാത്തനോട് പറഞ്ഞു അതിന് പ്രായശ്ചിത്തമായി ഗംഗയിൽ മുങ്ങാൻ പോവാണെന്ന് പറഞ്ഞു. ചാത്തൻ പറഞ്ഞു, തമ്പ്രാൻ ഏതായാലും മുങ്ങാൻ പോലെ അടിയന്റെ ഈ ചൊരയ്ക്കായും കൂടെ പുണ്യം കിട്ടുമോന്നറിയാൻ വേണ്ടി മുങ്ങിട്ട് പോട്ടെന്ന്. ഈ കയ്പൻ ചുരക്കയും നമ്പൂരി കൊണ്ടുപോയി. നമ്പൂരി മുങ്ങുമ്പോഴെല്ലാം ചുരക്കയും മുക്കി. മുങ്ങലൊക്കെ കഴിഞ്ഞ് നമ്പൂരി തിരിച്ചു വന്നു. പറഞ്ഞു, ചാത്ത ഇപ്പൊ എന്റെ പാപമൊക്കെ പോയിട്ടുണ്ടാവും. ചാത്തൻ പറഞ്ഞു, നോക്കട്ടെ, നമുക്ക് ഈ ചുരക്കായൊന്ന് കൂട്ടാൻ വെച്ച് നോക്കാവുന്നു. ചുരക്കാ കൂട്ടാൻ വെച്ചോ പറഞ്ഞു, ചാത്ത ഇത് കഴിക്കുന്നല്ലോ. തമ്പ്ര, ഇത് ഗംഗയിൽ മുങ്ങിയിട്ടും കയ്പ് പോയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എവിടെയാണ് ഈ സാക്ഷി? അകത്തായി പരിണാമം. അതുകൊണ്ടാ പറഞ്ഞേ, ദുഃഖം ഇഹ, ഇവിടെ ഈ ലോകത്ത് ചിന്ത കൊണ്ട് മാത്രം ഉണ്ടാകും. അതുകൊണ്ട് ഒരുവൻ ദുഃഖിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ദുഃഖത്തെ ചിന്തിക്കാതെയും പറയാതെയും ഇരിക്കണം. പറഞ്ഞു ദുഃഖം മാറ്റാനാണ്. ഈ സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, സ്വാമിമാർ, ബിഹേവിയറിസ്റ്റുകൾ, പിന്നെന്താ സോഷ്യൽ മെഡിസിൻ, ഇങ്ങനെ കുറെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കച്ചവടമാണ്, അത് ഗംഭീര കച്ചവടമാണ്. അപ്പൊ ഈ കച്ചവടത്തില് സ്വാമിമാരൊക്കെ ഇരുന്ന് ഇങ്ങനെ ദുഃഖം കേൾക്കുകയാണ്. 3-4 ദിവസം കേട്ട് കഴിയുമ്പോൾ സ്വാമി ദുഃഖത്തിലാണ്. ഈ ചെല്ലുന്നവനാണ് ഈ ദുഃഖം മുഴുവൻ പറയുകയും വേണം, പണ്ടുണ്ടായതും പാളെ സംഭവിച്ചതും ഒക്കെ. അപ്പോ ഇവരീ കഥയെല്ലാം പറഞ്ഞ് കഴിയുമ്പോൾ ഇതിലും വലിയ ദുഃഖമായിട്ടാണ് തിരിച്ചു മടങ്ങുന്നത്. പറഞ്ഞു തീരുമെന്നാണ് വിചാരിക്കുന്നത്. യാതൊരുവനാണോ ഇത് പൂർവകർമ്മ ഫലമാണെന്നും ഇതിന് മാറ്റമില്ലെന്നും ഇതിങ്ങനെ അനുഭവിക്കണമെന്നും തിരിച്ചറിയുന്നത് അവൻ ആനന്ദിക്കും. ആ തിരിച്ചറിവ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടു. ഇതില് അത് വരുന്നത് ചിന്തയിൽ നിന്നാണ്, അല്ലാതെ കർമ്മങ്ങളിൽ നിന്നല്ല. പരിഹാരം നിർദ്ദേശിക്കും. എന്ത് ഗംഭീര പരിഹാരങ്ങളാണെന്നറിയോ? മക്കളെ കൊണ്ടുള്ള ദുഃഖത്തിന് മക്കളെ അവിടെ വിട്ടിട്ടുള്ള ദുഃഖത്തിന് വേറൊരിടത്ത് വിടാൻ ഒട്ടേറെ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കും, ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. പരാജയപ്പെട്ടാൽ വേറൊരു പരിഹാരം നിർദ്ദേശിക്കും. മറിച്ച് പരിഹാരം ഇതാണ്, നിന്റെ ചിന്തയാണ് നിന്റെ ദുഃഖം. ചിന്തയിൽ നിന്ന് നീ മുക്തനാവുക. ദുഃഖം ചിന്ത കൊണ്ടുണ്ടാവും. ന അന്യഥ, മറ്റൊരു പ്രകാരത്തിലില്ല. ഇതാണ് അഷ്ടാവക്രന്റെ ഗുണം. ഇതാണ്. എന്നാലും ചിന്തയല്ലാതെയും ഉണ്ടായിക്കൂടെ? ശങ്ക വേണ്ട, ചിന്തയല്ലാതെ ഇല്ല. ഇത് തീർത്തടിയാണ്. മറ്റൊരു പ്രകാരത്തിലില്ല എന്ന് നിശ്ചയിച്ചിരിക്കുന്നവൻ. തയാഹീന, ചിന്തയോട് കൂടാത്തവനായി, ചിന്തിക്കാത്തവനായി, സർവത്ര എല്ലായിടത്തും സുഖിയും ശാന്ത ശാന്തനുമായി ഗളിതസ്പൃഹ ആശാമുക്തനായി ഭവതി ഭവിക്കുന്നു. ചിന്തയാണ് ദുഃഖം എന്നറിയുന്നതോടെ ഈ ജീവിതത്തിൽ ദുഃഖമുണ്ടാക്കുന്നത് ചിന്ത കൊണ്ടാണ്, മറ്റൊന്നുകൊണ്ടുമല്ല എന്ന് ഉറച്ച് അതിനെ വെടിഞ്ഞവൻ, ചിന്തയെ വെടിഞ്ഞവൻ എങ്ങും സുഖിയും ശാന്തനും ആശാമുക്തനും ആയിരിക്കുന്നു. ജീവൻ മുക്തന്റെ ലക്ഷണം ഇതാണ്. എപ്പോ നോക്കിയാലും അവൻ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് വ്യതിതനല്ല. നമ്മളൊക്കെ ആലോചിച്ച ദുഃഖിക്കുന്നത് ഇല്ലേ? ദുഃഖത്തിന് വേണ്ടി എത്രയധികം ആലോചനകൾ. ഈ പഠിക്കുന്ന കാലത്ത് പോലും ചില പിള്ളേരെ കാണാം, അവര് ഒരെണ്ണത്തിന്റെ ഉത്തരവൊന്നും കിട്ടിയില്ലെങ്കിൽ അവരിൽ നിന്ന് മറ്റുള്ളവരെ പോലെ ചിന്തിക്കുകയൊന്നുമില്ല. അത് തലച്ചോറിൽ എവിടെയെങ്കിലും കിടക്കും, അതിന്റെ ഉത്തരം കിട്ടിയില്ല. ചില പ്രൊഫസർമാരും അങ്ങനെ തല്ലിപ്പൊളികൾ പ്രിപ്പയർ ചെയ്യൊന്നുമില്ല.
ബോർഡിലേക്ക് വന്ന് ഗണിതശാസ്ത്രവും മറ്റൊക്കെ പ്രോബ്ലം മറ്റൊക്കെ അങ്ങ് എഴുതുകയുള്ളൂ. എഴുതി ചെയ്തു വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നില്ല. അവിടെ വേറൊരു ചോദ്യം ചെയ്യുന്നത് അതവിടെ എങ്ങനെ കിടക്കും, പിന്നെ എങ്ങനെ തോന്നും. പിള്ളേരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയാനൊരു മടിയില്ല. പിള്ളേരുടെ അടുക്ക ചമ്മണ്ടേ അതൊന്നുമില്ല, ഒരു ചമ്മലുമില്ല. എടോ വേറൊരെണ്ണം ചെയ്യേ, അപ്പോഴത്തേക്ക് ഇത് കണ്ടു കിട്ടിയെങ്കിൽ കണ്ടു കിട്ടും. വേറൊരു പ്രോബ്ലം ഉടനെ തന്നെ എഴുതിക്കൊള്ളാൻ പറയും. ഇത് ഇടത്തേക്ക് കൊണ്ട് തൂത്തു വലത്തേക്ക് കൊണ്ട് വേറൊന്നും എഴുതി. അപ്പം അതിനിടയ്ക്ക് ഇടയെന്നൊരു കുട്ടി പറയാ, സാറേ ആ സ്റ്റെപ്പ് എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണോ നോക്കിയാൽ ആ എഴുതിക്കോളൂ, സ്റ്റെപ്പ് ഇതാണ്. ഇങ്ങനെയുള്ള അപൂർവം ആളുകൾ അവന്റെ ജീവിതത്തിൽ വല്ലാത്ത സുഖമുണ്ട്. ഇയാൾ ഇങ്ങനെയാണെന്ന് പിള്ളേർക്ക് അറിയാവുന്നതുകൊണ്ട് പിള്ളേർ ഇവനെ ഒന്നും തോപ്പിക്കാൻ കയറുകയില്ല. മനസ്സിലായില്ല? ഇയാൾ ഈ ടൈപ്പാണ്. അറിവ് ആരിൽ നിന്നായാലും ഏതായാലും അംഗീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവനാണ്. അല്ല ഇത് കാണാതെ പഠിച്ചിട്ട് വന്ന എൻ്റെയാണ് അറിവ് എന്നുള്ള മുൻവിധികളൊന്നുമില്ല. ആ എഴുതിക്കോ പിടിക്കോ. ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ളവരെ പരിചയമുണ്ടോ? പരിചയപ്പെട്ടിട്ടുണ്ടോ സ്കൂളിലൊക്കെ? ഇല്ല. ഒരാളെ പോലും കണ്ടിട്ടില്ല. അപൂർവം ചില പ്രൊഫസേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു PU കൃഷ്ണവാര്യർ എന്ന് പറഞ്ഞൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു പഴയ. കോട്ടയത്ത് എവിടെയോ താമസം. SBയിലായിരുന്നു തോന്നുന്നു പഠിപ്പിച്ചിരുന്നത്. ജ്യോതിഷമൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. ഏതാണ്ട് ഇതുപോലെ ഒരു അനന്തപത്മനാഭ അയ്യരുണ്ടായിരുന്നു. പാലക്കാരനാണ്. കേട്ടിട്ടുണ്ടോ? ഇല്ല. AP അയ്യർ ഏതാണ്ട് ഈ ടൈപ്പ് വരുന്നു. അയാൾ പേരിൽ പ്രശ്നമേ ഉപയോഗിക്കുന്നില്ല. അയാൾ പഠിപ്പിച്ച പിള്ളേരുണ്ടോ? ഇല്ല. ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ അയാളെ? പിന്നെങ്ങനെയാ പരിചയം? നിങ്ങളുടെ കോളേജ് വന്നിട്ടുണ്ട്. അയാൾ ടൈപ്പാണ്. മാത്തമാറ്റിക്സിന്റെ പ്രൊഫസറാണ്. പ്രോബ്ലമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അന്നേരം പറയും പോട്ടറോ, വെറുതെ അത് വെച്ചുകൊണ്ടിരിക്കും. വേറെ പറയും. വളരെ കൂളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില ആളുകൾ അവരുടെയൊക്കെ പിള്ളേർക്ക് ഒരു പണിയും നടക്കുകയില്ല. അപ്പൊ അറിവിനെ അറിവായി മാത്രം കാണുക, ചിന്തയെ കൊണ്ടുപോകാതിരിക്കുക. നിങ്ങളുടെയൊക്കെ ജോലി പഠിച്ച് പഠിച്ച് ചിന്തിച്ച് ദുഃഖിതരാകാനാണ്. അഷ്ടാവക്രൻ വളരെ ഉറപ്പിച്ചാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് സംശയം ഉണ്ടാകുകയാണ്, യഥാർത്ഥത്തിൽ ഈ അഷ്ടാവക്രൻ നമ്മളാണോ ഇയാളാണോ? കാരണം വക്രത ഇല്ലാത്തത് കൊണ്ട് വക്രതയുള്ളവരിട്ട പേരാണോ എന്ന് സംശയം തോന്നും. ശരിയല്ല. കാരണം ഇതിൽ പറയുന്നതൊക്കെ സ്ട്രെയിറ്റാണ്. ഇത്രയും സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ലോകം അയാൾക്കിട്ട പേരായിരിക്കണം. ബാക്കി കഥയേക്കാളൊക്കെ കൂടുതൽ. എന്നാൽ ഒരു കാരുണ്യവും ഇല്ലാത്ത വിധത്തിൽ സ്ട്രെയിറ്റാണ് എന്ന് തോന്നുന്നു. ശരിയല്ലേ? അടുത്തത്